യുദ്ധത്തിൻ്റെ 36-ാം ദിവസം ഏപ്രിൽ 4-ാം തീയതി ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇനി 2 ദിവസം കൂടി ഇറാന് നല്ല കുട്ടിയാവാനുള്ള സാഹചര്യം കൊടുക്കും എന്നും അത് കഴിഞ്ഞിട്ട് തകർത്ത് കളയും എന്നൊരു മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ഇന്നത്തെ അതേ ദിവസം തന്നെയാണ് ഇറാനിലെ ബുഷർ എന്ന് പറയുന്ന ആണവ നിലയത്തിന് നേർക്ക് 4 പ്രാവശ്യം ആക്രമണമുണ്ടായി എന്ന് ഇറാൻ തന്നെ പറയുന്നത്. അപ്പോൾ തകർത്ത് കളയും എന്ന് പറയുന്ന ആക്രമണം അതിശക്തമായി നടത്താൻ പോകുന്നത് ഏപ്രിൽ 6-ന് ശേഷമല്ല, ഇന്ന് തന്നെ ആരംഭിച്ചു എന്ന് സൂചിപ്പിക്കുമാറാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്നും ഇറാൻ പറയാതെ പറയുമ്പോൾ അബ്ബാസ് അറക്ചി എന്ന വിദേശകാര്യമന്ത്രി ഇന്ന് ടെഹ്റാനിൽ പറഞ്ഞൊരു കാര്യം ലോകം മുഴുവനും വളരെ ശ്രദ്ധേയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് BBC പറയുന്നത്. അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ബുഷർ പ്ലാന്റിൽ ആണവ നിലയത്തിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം നശിപ്പിക്കുന്നത് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനെയല്ല, ഗൾഫ് രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളെയാണ്, അവിടുത്തെ ജീവൽ സ്പർശമാണ് ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന കാര്യം ലോകമറിയണം എന്നാണ്. അതിനുദാഹരണമായി പറയുന്നത് യുക്രൈനിൽ നടത്തിയ ഇതുപോലെ ഒരു ആണവാക്രമണം നശിപ്പിച്ചതും അതിൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കേണ്ടതും അനിവാര്യമാണ്. അത് ചുറ്റുവട്ടത്തുള്ളവരെയാണ് നശിപ്പിച്ചത്, ആ സ്ഥലത്തെയല്ല. അതിൻ്റെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഫോൾ ഔട്ട് എന്ന വാക്കാണ് പറഞ്ഞത്. അത് വികിരണങ്ങൾ പോകുന്നത് ഗൾഫ് മേഖലയാണെന്ന കാര്യം കൂടി ഓർമ്മിച്ചിരിക്കണം എന്ന് അബ്ബാസ് അറക്ചി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിനിടയിൽ 48 മണിക്കൂറിൻ്റെ ഈ ഒരു കാര്യം ട്രംപ് പറഞ്ഞിരിക്കുന്ന യഥാർത്ഥത്തിൽ മാർച്ച് 27-ന് 10 ദിവസം പറഞ്ഞല്ലോ, അതിന് ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന അർത്ഥത്തിലാണെന്ന് ട്രൂത്ത് എന്ന സോഷ്യൽ മീഡിയയിൽ ട്രംപ് കുറിച്ചിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ പറയുമ്പോൾ 2 യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാർ എങ്ങോട്ട് പോയിരിക്കുന്നു, ഒരാളെ പിടിച്ചെന്നും ഒരാളെ കാണാതായെന്നും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള അന്വേഷണം ഇറാൻ്റെയും അമേരിക്കയുടെയും സൈനികർ ഹെലികോപ്റ്ററുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BBC, CNN അടക്കമുള്ള മാധ്യമങ്ങൾ അക്കാര്യത്തിനാണ് ഇന്ന് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധവിമാനങ്ങൾ തകർന്ന് പൈലറ്റിനെ കാണാനില്ല എന്നൊക്കെ വാർത്ത വരുന്നെങ്കിലും ഈ സാഹചര്യമൊന്നും കൊണ്ട് അമേരിക്ക വഴങ്ങില്ല എന്ന് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് മേൽ ഇങ്ങനെ ആക്രമണം നടക്കുന്നു, ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ പറയുന്നു. ഈ സാഹചര്യത്തിൽ ബുഷർ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന 200ഓളം റഷ്യൻ സയൻറ്റിസ്റ്റുകൾ, അത് 198 പേരുണ്ട്, അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ റഷ്യ പൂർത്തിയാക്കി എന്ന റിപ്പോർട്ട് വരികയാണിപ്പോൾ. അതേസമയം തന്നെ എന്താണ് ഇസ്രയേലിൽ സംഭവിക്കുന്നത്? ഇസ്രയേലിൻ്റെ ആംബുലൻസ് ഡിവിഷൻ, അതിൻ്റെ പേര് ദി മാഗൻ ഡേവിഡ് ആഡം ആംബുലൻസ് ഡിവിഷൻ, പറയുന്നത് ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ 6 ഇടങ്ങളിൽ സമഗ്രമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇത് പുറത്തുള്ള രാജ്യമല്ല പറയുന്നത്, ഇസ്രയേലിൻ്റെ ആംബുലൻസ് വിഭാഗം തന്നെയാണ്. അതായത് ടെൽ അവീവിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ആ സിറ്റിയുടെ പേര് പറഞ്ഞിരിക്കുന്നത് റാമത്ത് ഗാൻ സിറ്റി. ഈ പ്രദേശത്ത് ഒരുപാട് കേടുപാടുകൾ പറ്റിയിരിക്കുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് ഇറാൻ്റെ മിസൈൽ വന്ന് പതിച്ചതാണ്. അങ്ങനെയുള്ള 6 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇക്കാര്യം IDF-ഉം സ്ഥിരീകരിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇറാന് മേൽ ആക്രമണം നടക്കുന്നു എന്ന് ലോകത്ത് പല ആളുകളും കരുതുന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല സംഭവിക്കുന്നതെന്നുള്ളത് കൂടിയാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ആ ഒരു വശത്തിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇസ്രയേലിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അതിശക്തമായ ആക്രമണം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ആളുകളുടെ സ്വൈരജീവിതം അവിടെയും നഷ്ടമായിരിക്കുന്നു. അപ്പോൾ 2 മേഖലകളിലും, അങ്ങ് ഇസ്രയേലിലും ഇങ്ങ് ഇറാനിലും ജനങ്ങളുടെ ജീവിതം നഷ്ടമായിരിക്കുന്നു. ചുറ്റുവട്ടത്തുള്ളവർക്ക് ഭീതിജനകമായ അന്തരീക്ഷവും ആശങ്കയും വിലക്കയറ്റവും ഒരു വെപ്രാളവും ജോലി ഭയവും ഒക്കെ ഉണ്ടായിരിക്കുന്നു. സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഈ യുദ്ധം കൊണ്ട് അവസാനം എന്താണ് നേടുന്നത് എന്നുള്ളത് ഇസ്രയേലിലെയും ഇറാനിലെയും ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിമാനം വെടിവെച്ചിട്ടപ്പോൾ അതിൽ നിന്ന് ഒരു ക്രൂ അംഗം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ശത്രുക്കളുടെ തന്ത്രം മാത്രമാണെന്നാണ് ഇറാനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്.
ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം പറയാം, 50,000 യൂറോ തരാം അത് അന്വേഷിക്കുന്നവർക്ക്, ആരെങ്കിലും കണ്ടുപിടിച്ച് തന്നാൽ എന്ന രൂപത്തിലുള്ള ഇനാം പ്രഖ്യാപിക്കുന്ന പരിപാടികൾ പോലും നടക്കുകയാണ്. കൂട്ടത്തിലൊരു വീഡിയോ പ്രചരിക്കുന്നു. അത് AI ആണോ എന്നതറിയില്ല, എങ്കിലും അത് വാർത്താ മാധ്യമങ്ങളിൽ വളരെ വലിയ പ്രചാരം നേടിയിട്ടുണ്ട്. 3 പേർ ആയുധധാരികൾ തോക്കുമായിട്ട് നിൽക്കുന്നു. അവർ പറന്നു പോകുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളെ വെടിവെക്കുന്നു. എന്നിട്ട് ഈ വെടിവെക്കുന്ന ആളുകളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശം അതിൻ്റെ പിന്നിൽ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ ഗ്രൗണ്ടിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇറാൻ പറഞ്ഞതാണ്, ഒരു ഗ്രൗണ്ട് ഇൻവേഷന് വേണ്ടി, കരയുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് വരരുത്, വിവരമറിയുമെന്ന് പറഞ്ഞതിൻ്റെ പൊരുളിതാണ് എന്ന് കാണിക്കുന്ന വീഡിയോകൾ ഇത് BBC, CNN അടക്കമുള്ള മാധ്യമങ്ങളിലും ഇതേ വീഡിയോ വരികയാണ്. എന്നാൽ സ്വതന്ത്രരായ ചില ആളുകൾ പറയുന്നത് ഇത് AI നിർമ്മിതിയാണോ അതോ യഥാർത്ഥത്തിൽ സംഭവിച്ചു തന്നെയാണോ, ഇക്കാര്യത്തിൽ ഇനിയും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ കരയുദ്ധത്തിന് മേൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കരയുദ്ധം ഇറാന് മേൽക്കൈ നേടിക്കൊടുക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് എന്നതൊക്കെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ചില മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള അമേരിക്കൻ വിമാനങ്ങൾ റഡാറിൽ പെടുകയില്ല, ഭൂമിയിൽ നിന്ന് ആർക്കും വെടിവെച്ചിടാൻ പറ്റില്ല, ഏതെങ്കിലും ആയുധങ്ങൾ അങ്ങോട്ട് വന്നാൽ തന്നെ അതിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനവുമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം? ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടു, അവിടെ നിന്ന് പൈലറ്റ് രക്ഷപ്പെട്ടോ, ജീവനോടെ ഉണ്ടോ, ജീവനോടെ പിടിച്ചോ, ഇതൊക്കെയാണ് ഇപ്പോൾ തർക്ക വിഷയമായിട്ട് നിൽക്കുന്നത്. വെടിവെച്ചിട്ടു എന്ന യാഥാർത്ഥ്യം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന വിമാനങ്ങളുടെ ഇങ്ങനെയുള്ള ശേഷിയെക്കുറിച്ച് ലോകം ചിന്തിക്കുകയാണ്. ഇത്തരം വിമാനങ്ങൾ വെടിവെച്ചിടാൻ വേണ്ടിയുള്ള ശേഷി ഇറാൻ എങ്ങനെ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇറാൻ്റെ സൈനിക വൃത്തങ്ങൾ പറയുന്നത്, ഞങ്ങളിപ്പോൾ പുതിയ ഒരു തരം എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. തദ്ദേശീയമായി നിർമ്മിച്ചതാണോ, ഏതെങ്കിലും രാജ്യങ്ങളോ പ്രസ്ഥാനങ്ങളോ കൊടുത്തതാണോ, ഇതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്തോ പുതിയ ചില എയർ ഡിഫൻസ് സിസ്റ്റം ഇറാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആര് ആക്രമണത്തിന് വന്നാലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പരമാവധി ഡിഫൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൈവശമുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഹോർമൂസ് കടലിടുക്ക് വഴി അത്യാവശ്യ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനുള്ള അനുമതി ഇറാൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. എന്തൊക്കെയാണ് എസൻഷ്യൽ ഗുഡ്സ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർവചനമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മരുന്നാകാം, അതോ ചില രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ധനമാകാം, ഇങ്ങനെ എന്താണെന്ന് വ്യക്തമാവാതെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്ന അറിയിപ്പ് ഇറാനിൽ നിന്ന് വരുന്നതിനെയാണ് റോയിട്ടേഴ്സ് വളരെ പ്രാധാന്യത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ യുദ്ധം ഇങ്ങനെ പോയാൽ ചുറ്റുവട്ടത്ത് മാത്രമല്ല ലോകം മൊത്തത്തിൽ ഇരുട്ടിലാകും എന്ന അർത്ഥത്തിൽ തുർക്കി അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും തുർക്കിയുടെ പ്രസിഡന്റ് എല്ലാ രാജ്യങ്ങളും ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അശാന്തി പരിഹരിക്കാൻ വേണ്ടി നേരത്തെ എന്തു ചെയ്തോ അതിൻ്റെ ഇരട്ടിയിലധികം ശക്തിയിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ അടുത്ത് നടക്കുന്ന ലെബനോനിലെ സാഹചര്യമോ, അവിടെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന വിധത്തിൽ ശക്തമായ ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്ക് വന്ന 3 മൃതദേഹങ്ങൾ, ഈ സമാധാന സേനയിൽ വിന്യസിക്കപ്പെട്ട 3 അംഗങ്ങൾ ഇന്തോനേഷ്യക്കാർ, അവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചു കിട്ടിയത്. അവരെ കൊണ്ടുവരുന്ന ആ ചടങ്ങ്, അവിടെ ഖബറടക്കം നടത്തിയ ചടങ്ങ്, ഇതൊക്കെ വളരെ വിശാലമായിട്ട് ലൈവിലൂടെ ആളുകൾ കണ്ടുകൊണ്ട് പ്രതികരിക്കുകയും സമാധാനത്തിന് ഭംഗം വരുന്ന തരത്തിൽ ഇടപെടുന്ന മൊത്തം ആളുകളെയും നശിപ്പിക്കണമെന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവുകയും വളരെ വൈകാരികമായിട്ടുള്ള ചടങ്ങിലേക്ക് അത് മാറുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഓരോരുത്തരുടെയും സ്വർണത്തിൽ ഫ്രെയിം ചെയ്ത ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങളും സൈനികരും ജക്കാർത്തയിൽ ആ മൃതദേഹങ്ങൾ സ്വീകരിച്ചതും അതിനെ അടുത്ത ചടങ്ങുകളിലേക്ക് കൊണ്ടുപോയതും. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി, പഴയതുപോലെയാക്കാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള സൈനിക നടപടികളും നടത്താൻ വേണ്ടി UN സുരക്ഷാ കൗൺസിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നൊരു പ്രമേയം വോട്ടിനിട്ടിട്ട് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞ് 3-ാം തീയതി ആദ്യത്തെ വോട്ടിംഗ് വെച്ചു, നടന്നില്ല. അത് 4-ാം തീയതി ഇന്ന് ഈ ശനിയാഴ്ച നടത്താം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഇന്നും നടന്നിട്ടില്ല, ഇന്നും നടക്കുകയുമില്ല എന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴായിരിക്കും വോട്ടെടുപ്പ് നടത്തുക? നാളെയാണോ മറ്റന്നാളാണോ? ആ തീയതി പിന്നെ പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത്
ഹോർമൂസ് കടലിടുക്കിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ എല്ലാ കപ്പലുകളും പഴയതുപോലെ കടത്തിവിടാൻ ഒരു സൈനിക നടപടി വേണമോ വേണ്ടയോ, ഡിഫെൻസീവായിട്ടുള്ള കാര്യങ്ങൾ നടത്തണമോ വേണ്ടയോ, ഇക്കാര്യത്തിലാണ് വോട്ടെടുപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. എന്തുകൊണ്ട് മാറ്റിവെച്ചിങ്ങനെ കൊണ്ടുപോകുന്നു എന്നും അറിയില്ല. ഇതിനിടയിൽ അമേരിക്കയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു. അതൊക്കെ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ജനങ്ങൾക്ക് ഈ വാർത്ത എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയമജ്ഞരായി മുന്നോട്ട് നിന്ന ആളുകളെയൊക്കെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ ഔപചാരികമായി ഇതിനൊന്നും സ്ഥിരീകരണം വന്നിട്ടുമില്ല. UAE മേൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്നും ആക്രമണങ്ങളുണ്ടായി. ദുബായിൽ മറീന ഭാഗത്ത് ഒരു ബിൽഡിങ്ങിൽ അവശിഷ്ടങ്ങൾ വന്നു വീണു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇൻ്റർനെറ്റ് സിറ്റിയിലെ ഓറക്കിൾ ബിൽഡിങ്ങിൻ്റെ അടുത്തും അവശിഷ്ടങ്ങൾ വന്നു വീണു. ഇതിലൊന്നും ആർക്കും പരിക്ക് പറ്റിയതായ റിപ്പോർട്ട് വന്നിട്ടില്ല. 23 ബാലിസ്റ്റിക് മിസൈലുകളും 56 ഡ്രോണുകളും ഈ വരവിനെ നിർവീര്യമാക്കിയെന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔപചാരികമായി അറിയിച്ചിട്ടുണ്ട്. മൊത്തം നോക്കിയാൽ ഏതാണ്ട് 500ഓളം ബാലിസ്റ്റിക് മിസൈലുകളെ ഇപ്പോൾ നിർവീര്യമാക്കി, 498. അതുപോലെ ക്രൂയിസ് മിസൈലുകളുടെ എണ്ണം നിർവീര്യമാക്കിയത് 23ആയി ഉയർന്നിട്ടുണ്ട്. 2141 ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ കഴിഞ്ഞു എന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 13 മരണമാണ്. ഇന്നൊരു ഈജിപ്ഷ്യൻ പൗരൻ്റെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ 13 ആയിട്ടുണ്ട്. പരുക്ക് പറ്റിയവരുടെ എണ്ണം 217ആയി ഉയരുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. UAE ഭക്ഷ്യ മന്ത്രാലയം ജനങ്ങൾക്ക് നൽകുന്നൊരു വലിയ ഉറപ്പുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറപ്പാണത്. ഇവിടെ ഭക്ഷണ വസ്തുക്കൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും തുറന്നു കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ആദ്യത്തെ 1-2 ദിവസമൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ വില വർധനവ് പ്രകടമായെങ്കിൽ അതിനെ മയപ്പെടുത്തി കൊണ്ടുവന്ന് അന്താരാഷ്ട്ര നിലവാരത്തിനും താഴെയുള്ള ആളുകൾക്ക് വാങ്ങാൻ പറ്റിയ വില നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഭക്ഷ്യവകുപ്പ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്വീകരിച്ച കർശനമായ നിലപാടുകളാണ്. ഇപ്പോഴും പരിശോധനകൾ, ആരെങ്കിലും അങ്ങനെ അന്യായമായിട്ട് വില വർദ്ധിപ്പിക്കുന്നുണ്ടോ, ഈ പരിശോധനകൾ നടന്നു വരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. അതാണ് അഭിമാനകരമായി ഇപ്പോൾ മന്ത്രാലയം പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈസ്റ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളാണെങ്കിൽ തന്നെ അറബിക്കടൽ കടന്നിട്ട് ഒമാൻ്റെ കടൽ ഭാഗത്തേക്ക് കയറുമ്പോൾ ഫുജേറയിൽ വന്ന് അത് വിതരണം ചെയ്യാനുള്ള സംവിധാനം, അങ്ങനെ വളരെ വിപുലമായ ഒരു രീതിയും സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പൊസിഷനിങ്ങും കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായതാണ്, ലോകത്തിന് ബോധ്യമായതാണ്. നാളെ UAE മഴ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തണുപ്പെന്ന് കൂടിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നാളെയും കൂടി അതൊക്കെ ഉണ്ടാകാം എന്ന് പറഞ്ഞതിന് നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അങ്ങനെ വലിയ കടുപ്പമുള്ള മഴയൊന്നുമല്ല, സാധാരണ രൂപത്തിലുള്ള ചിഹ്നം മഴയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ശതകോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടുള്ള യുദ്ധമാണ്. ഡസൻ കണക്കിന്, പിന്നെ 100 കണക്കിന്, പിന്നെ 1000 ആളുകൾ മരിച്ചു വീഴുന്ന യുദ്ധമാണ് എത്രയോ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 5-10 ദിവസം കൊണ്ടൊരു ധാരണയാകും എന്ന മട്ടിൽ മുന്നോട്ട് നീങ്ങിയ യുദ്ധം അങ്ങനെയൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏപ്രിൽ 6 നോക്കി നിൽപ്പാണ് ലോകം. ആ ഏപ്രിൽ 6 മുമ്പ് ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ 7 മുതൽ പിന്നെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ആക്രമണമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് വാർത്തകളിൽ നിറയുന്നത്. ഇതിനിടയിൽ, ഈ പ്രതിസന്ധികൾക്കിടയിൽ ഇപ്പോൾ ഗൾഫ് മേഖലയിലൊക്കെ സാധനങ്ങൾ കിട്ടുകയും വില നിലവാരം പിടിച്ചു നിർത്താനുള്ള സംവിധാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന വാർത്ത വരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ടുള്ള വില വർധനവിലേക്ക് പോകുന്ന കാര്യം, ഇവിടെ നിന്ന് ആളുകൾ നാട്ടിലേക്ക് റെമിറ്റൻസ് അയക്കുന്നതിൽ വന്നിരിക്കുന്ന ഗണ്യമായ കുറവ്, അത് കാരണം നാട്ടിലെ നമ്മുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ ഒക്കെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം, ഇതുപോലെ എത്രയോ നാടുകളിൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് വരുന്നത്. ആഫ്രിക്കയിൽ ഒരു തുള്ളി ഇന്ധനം കിട്ടാനില്ല, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരു പ്രാകൃത യുഗത്തിലേക്ക് പല രാജ്യങ്ങളിലും കൊണ്ടുപോകുന്നു എന്നുള്ള വാർത്തകൾ, ഇങ്ങനെ യുദ്ധം അവശേഷിപ്പിക്കുന്നത് ആശങ്കകൾ മാത്രമല്ല, നിത്യയാഥാർത്ഥ്യങ്ങളുടെ ദുഃഖവാർത്തകൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. പുതിയ തലമുറ ഇതൊക്കെ കണ്ട് വളർന്നു വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ, അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ വന്നുകൊണ്ടിരിക്കുന്ന ഭംഗങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. വിവേകമുള്ള ഭരണാധികാരികൾ നിർണായകമായ സ്ഥാനങ്ങളിൽ വന്ന് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലിലേക്ക് പോയില്ലെങ്കിൽ ആളുകൾക്ക്
പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾക്ക് എപ്പോഴും ദുഃഖം മാത്രം, നിരാശ മാത്രം സമ്മാനിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു യുദ്ധം പോകൂ എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. സമചിത്തതയുള്ള ഭരണാധികാരികളുടെ ഇടപെടൽ ഈ സമയത്ത് ശക്തമായിട്ടുണ്ടാകണമെന്നും അത് മനസ്സിലാക്കുന്ന ആളുകൾ വന്നിട്ട് ഒരു സമന്വയ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഈ ശനിയാഴ്ചത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, India GCC Business Lounge.